What is up guys? You are already watching Cinema is Life. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു ഹോളിവുഡ് സർവൈവൽ ത്രില്ലർ മൂവിയാണ് ലാസ്റ്റ് ബ്രെത്ത്, ഡയറക്റ്റഡ് ബൈ ആലക്സ് പാർക്കിൻസൺ, സ്റ്റാറിങ് നമ്മുടെ ഷാങ്ചി അണ്ണൻ സിമു ലിയു ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ നമ്മുടെ എവർഗ്രീൻ ഹോളിവുഡ് കോമഡി സൂപ്പർ സ്റ്റാർ വുഡി ഹാരൽസണും ഇതിൻ്റെ അകത്തുണ്ട്. ഞാൻ പറഞ്ഞു ഇതൊരു സർവൈവൽ ത്രില്ലർ മൂവിയാണ്. ജനറലി നമ്മൾ കാണുന്ന സർവൈവൽ ത്രില്ലേഴ്സ് എന്നൊക്കെ വെച്ചാൽ ചിലപ്പം സ്പേസ് റിലേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതെന്ന് വെച്ചാൽ ഒരു അണ്ടർ വാട്ടർ സർവൈവൽ ത്രില്ലർ മൂവിയാണ്. അണ്ടർ വാട്ടർ ഇൻ ദ സെൻസ് ദിസ് ഇസ് ദ സ്റ്റോറി അബൌട്ട് ഡീപ് സീ ഡൈവേഴ്സ്. നമ്മുടെ സീ ബെഡേന്നും ഓഷ്യൻ ബെഡേന്നും ഒക്കെ കുറേ പൈപ്പ് ലൈൻസ് പോകുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, മെയിൻലി ഗ്യാസ് ട്രാൻസ്ഫർ ചെയ്യുന്ന പൈപ്പ് ലൈനാണ്. ഒരു കൺട്രിയിൽ നിന്ന് മറ്റേ കൺട്രിയിലോട്ട് ഗ്യാസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന പൈപ്പ് ലൈൻസ്. ഈ പൈപ്പ് ലൈൻസിനൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അത് ശരിയാക്കാൻ, ഫിസിക്കലി റിപ്പയർ ചെയ്യാൻ വേണ്ടി കുറേ എൻജിനീയേഴ്സാണ് ഡൈവ് ചെയ്ത് പോകുന്നത്, എൻജിനീയേഴ്സ് ഹു ആർ ഡൈവിങ് എക്സ്പേർട്സ്. അപ്പോൾ ഈ സ്റ്റോറി എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഡൈവിങ് ട്രൂപ്പിനെ കുറിച്ചാണ്. ഇവർ നോർത്ത് സീയുടെ അടിയിൽ ബെഡേൽ ഒരു പൈപ്പ് ലൈൻ ശരിയാക്കാൻ പോകുന്ന ഒരു ഡൈവിങ് ടീമിൻ്റെ സ്റ്റോറിയാണ്. അവിടെ പോയി ഈ പൈപ്പ് ലൈൻ ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പം അവിടെ ഒരാൾ അവിടെ ഫസായിച്ച് പോകുന്നു, ഇവരുടെ ഷിപ്പും ഇവരുടെ ക്യാപ്സൂളെല്ലാം ദൂരെ പോകുന്നു, ഇയാൾ അവിടെ തന്നെ കിടക്കുന്നു. പിന്നെ എങ്ങനെ ഇയാളെ വന്ന് ഇവർ റെസ്ക്യൂ ചെയ്യുന്നു, അതാണ് ഈ സ്റ്റോറിയുടെ ബേസിക് പ്ലോട്ട് ലൈൻ. ഇതൊരു ട്രൂ സ്റ്റോറിയാണ് ഗൈസ്. ഈ മൂവിക്കകത്ത് കാണിച്ചേക്കുന്ന എല്ലാ കാര്യങ്ങളും ആക്ച്വലി സംഭവിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ബ്രെത്ത് ആക്ച്വലി ഒരു ഷോർട്ട് ഫിലിം, ഒരു ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ആയിരുന്നു വിച്ച് റിലീസ് സം ടൈം അഗോ. ആ ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിമിനെ ഇവരിപ്പോൾ ഒരു ഫീച്ചർ ഫിലിമാക്കി മാറ്റിയേക്കുവാണ്. സോ ദാറ്റ്സ് ദി ഓവറോൾ പ്ലോട്ട് ആൻഡ് ജിസ്റ്റ് ഓഫ് ലാസ്റ്റ് ബ്രെത്ത്. നല്ല അടിപൊളി ഒരു മൂവിയാണ്, ചെറിയൊരു മൂവിയാണ്. 1 hour 20 minutes മാത്രമേ ഉള്ളൂ. നല്ല ക്രിസ്പ്, ഒരു ലാഗും ഇല്ല, ഡ്രാഗും ഇല്ല. മൂവിയുടെ ഫസ്റ്റ് ഹാഫ് നമ്മൾ ഓവറോൾ എൻജിനീയറിങ് മാർവലിനെയൊക്കെ കണ്ടിങ്ങനെ ഞെട്ടിയിരിക്കും. ദി ഓവറോൾ കോൺസെപ്റ്റ് ഓഫ് ടെക്നിക്കൽ ഡീപ് സീ ഡൈവിങ്, എൻജിനീയറിംഗ് റിലേറ്റഡ് ഡീപ് സീ ഡൈവിങ്, ഇവരുടെ എക്വിപ്മെൻറ്റ്സ്, ഇവരെങ്ങനെ ഇവരുടെ ക്യാപ്സ്യൂൾസ്, ഇവരുടെ ഓവറോൾ ക്യാപ്സ്യൂൾസ്, ഇവരുടെ എക്വിപ്മെൻറ്റ്സ്, ഇവരെങ്ങനെ ആ ക്യാപ്സ്യൂളിനകത്ത് കയറുന്നു, എങ്ങനെ വലിയൊരു ഷിപ്പ് ഇവരെ ട്രാൻസ്ഫർ ചെയ്യുന്നു, ആ ക്യാപ്സ്യൂൾ വെള്ളത്തിൻ്റെ അകത്ത് പോകുന്നു, ആ വെള്ളത്തിൻ്റെ അകത്ത് പോയി കഴിഞ്ഞ് ഇവരെങ്ങനെ വെള്ളത്തിൻ്റെ അകത്ത് ഇറങ്ങുന്നു. നോട്ട് ചെയ്യണം, ഇത് അണ്ടർ വാട്ടർ ഡീപ് സീ ഡൈവിംഗ് ആണ്. എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഒന്ന് ഓർത്ത് നോക്കണം, സബ് ഫ്രീസിങ് ടെമ്പറേച്ചറാണ്, സീറോ വിസിബിലിറ്റിയാണ്. പിന്നെ എന്തുവാണ്, പ്രഷർ, അണ്ടർ ദി ഓഷൻ ഇവർ ഫേസ് ചെയ്യുന്ന പ്രഷർ, ഇതെല്ലാം ചെറിയൊരു മെക്കാനിക്കൽ മിസ്റ്റേക്ക് മതി എല്ലാം തകർന്നു പോകാൻ. ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ജോബ്സ് ഇൻ ദ വേൾഡ്, മോസ്റ്റ് റിസ്കിയസ്റ്റ് ജോബ്സ് ഇൻ ദ വേൾഡ്. അപ്പം ദ സ്റ്റേക്സ് ആർ വെരി ഹൈ. സോ ഓവറോൾ ഫസ്റ്റ് ഹാഫ് നമ്മൾ ഈ എൻജിനീയറിംഗ് മാർവൽസ് എല്ലാം കണ്ട് ഞെട്ടിയിരിക്കും, ഓവറോൾ ഇവർ സ്റ്റോറി എങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നതെന്ന്. സെക്കൻഡ് ഹാഫ് മോസ്റ്റ്ലി സർവൈവൽ ത്രില്ലർ ആസ്പെക്റ്റ് ആണ്. ഒരാളിനെ ഫസായിച്ചെടുക്കുന്ന ആളിനെ ഇവരെങ്ങനെ റെസ്ക്യൂ ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയൊരു സ്റ്റോറിയാണ്, സിമ്പിൾ സ്റ്റോറി ലൈനാണ്, പക്ഷെ നല്ല അടിപൊളിയായിട്ടാണ് ഇവർ എടുത്തേക്കുന്നത്. നല്ല ടെൻഷൻ ഇൻഡ്യൂസിങ് സീക്വൻസസ് ഉണ്ട്. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇവരുടെ ഈ കാര്യങ്ങളൊക്കെ കണ്ട് നല്ല ക്യൂരിയസ് ആയി കണ്ടിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഒരു റിയലി ഗുഡ് കോമ്പിനേഷനാണ് ഓഫ് ഇൻക്വിസിറ്റീവ്നെസ്, ക്യൂരിയോസിറ്റി, ബട്ട് അറ്റ് ദ സെയിം ടൈം എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലർ സ്റ്റഫ്. മൂവിയുടെ ടെക്നിക്കൽ ആസ്പെക്ട്സും വളരെ സ്ട്രോങ് ആണ്. ആക്ടിങ്ങിൻ്റെ കാര്യത്തിൽ എല്ലാവരും നല്ല സൂപ്പർ ആക്ടിംഗ് ആണ് ചെയ്യുന്നത്, എസ്പെഷ്യലി ദി ഇമോഷണൽ പാർട്സ്, സർവൈവൽ പാർട്സ് നല്ല രസമായിട്ടാണ് എടുത്തേക്കുന്നത്. ഫിലിമിൻ്റെ അതർ ടെക്നിക്കൽ ആസ്പെക്ട്സ്, ഫോർ എക്സാമ്പിൾ സിനിമാറ്റോഗ്രാഫി ആൻഡ് സൗണ്ട് ഡിസൈൻ, വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഫോർ ദിസ് ഫിലിം. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, മോസ്റ്റ്ലി സീൻസ് എല്ലാം അണ്ടർ ദ വാട്ടർ ആണ്, അണ്ടർ ദ വാട്ടർ സീറോ വിസിബിലിറ്റി ആണ്. അപ്പം നമുക്കിതൊക്കെ കാണണമെങ്കിൽ, ഇതൊക്കെ കാണുന്നതെന്ന് വെച്ചാൽ ഈ ഡൈവേഴ്സിൻ്റെ ബോഡിയിൽ നിന്ന്, ഈ എക്വിപ്മെൻറ്റ്സിൽ നിന്ന് ഇറങ്ങുന്ന ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് ത്രൂ ആണ്. ആ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് യൂസ് ഇത് നമ്മൾ എങ്ങനെ ഓവറോൾ എൻവയറമെൻറ്റിനെ പെർസീവ് ചെയ്യുന്നു, ഇതെല്ലാം നല്ല അടിപൊളിയായിട്ടാണ് സിനിമാറ്റോഗ്രാഫേഴ്സ് ഷൂട്ട് ചെയ്തേക്കുന്നത്. പിന്നെ സൗണ്ട് ഡിസൈൻ അണ്ടർ ദ വാട്ടർ ആണ്. അപ്പോൾ ഇവർ മെയിൻലി സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ഇൻ്റർകോംസ് വഴിയാണ്. അപ്പോൾ ഈ ഇൻ്റർകോം വഴി സംസാരിക്കുന്നത്, പിന്നെ ഔട്ട്സൈഡ് നമ്മുടെ ഓഷൻ്റെ വെള്ളത്തിൻ്റെ വൈബ്രേഷൻസും സൗണ്ടും, ഇതിൻ്റെ എല്ലാം കോമ്പിനേഷൻസ്. അപ്പോൾ ഓവറോൾ കോമ്പിനേഷൻ ഓഫ് സിനിമാറ്റോഗ്രാഫി ആൻഡ് സൗണ്ട് ഡിസൈൻ ഈസ് ഓൾസോ ഇംപെക്കബിൾ. ഓവറോൾ എനിക്ക് ഈ മൂവി ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരു ചെറിയ മൂവി ആയിരുന്നു, പക്ഷേ നല്ല ഇൻട്രസ്റ്റിംഗ് എഡ്ജ് ഓഫ് ദ സീറ്റ് സ്റ്റഫായിരുന്നു. സോ ദാറ്റ്സ് മൈ റിവ്യൂ ഓഫ് ലാസ്റ്റ് ബ്രെത്ത്. ഇറ്റ് ഈസ് സ്ട്രീമിംഗ് digitally, so you guys can now check it out. I will see you with another review, another movie. Till then, take care. Goodbye.